കൊടുങ്ങല്ലൂർ നഗരസഭയും LDFും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 651 മാത്രം. എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 3 സീറ്റ് പിടിച്ചെടുത്ത് LDF 25-ലെത്തുകയും BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 3 സീറ്റ് കുറഞ്ഞ് 18-ലേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ വോട്ട് വിഹിതത്തിൽ BJP വലിയ വർധനവാണ് നഗരസഭയിൽ നടത്തിയത്. കഴിഞ്ഞ തവണ LDFിനേക്കാൾ വോട്ടുകളിൽ ബഹുദൂരം പിന്നിലായ BJP ഇത്തവണ 651 വോട്ടുകൾക്കാണ് പിറകിലായത്. നഗരസഭയിൽ 45,985 വോട്ടുകളാണ് പോൾ ചെയ്തത്. LDF 19,470 വോട്ടുകളും NDA 18,819 വോട്ടുകളും UDF 7,216 വോട്ടുകളുമാണ് നേടിയത്. UDFിനെ കഴിഞ്ഞ തവണത്തേക്കാൾ 2 സീറ്റുകൾ അധികം നേടി 3 സീറ്റ് ലഭിച്ചിട്ടും വോട്ടുകളിൽ വൻ ചോർച്ചയുണ്ടായി. 14ഓളം വാർഡുകളിൽ UDFിനെ 100 തികയ്ക്കാൻ കഴിഞ്ഞില്ല. 21-ാം വാർഡിൽ നേടിയതാകട്ടെ 16 വോട്ടുകൾ മാത്രം. ഇടതുപക്ഷത്തിന് 3ഓളം നഗരസഭാ ചെയർമാൻമാരെ സംഭാവന ചെയ്ത ഐക്കരപ്പറമ്പ് വാർഡിൽ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയുടെ പോസ്റ്റൽ വോട്ട് പോലും UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചില്ല. BJP സ്ഥാനാർത്ഥിക്ക് 5ഉം LDF സ്ഥാനാർത്ഥിക്ക് 1ഉം UDF സ്ഥാനാർത്ഥിക്ക് 1 പോസ്റ്റൽ വോട്ടുമാണ് ലഭിച്ചത്. ഇവിടെ 2 കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാർ പോസ്റ്റൽ വോട്ട് ചെയ്തിരുന്നു. ഐക്കരപ്പറമ്പ് വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി LDFിന്റെ ജനകീയ മുഖമായ മുൻ കൗൺസിലർ PG നൈജിയാണ് കളത്തിലിറക്കിയത്. BJP സ്ഥാനാർത്ഥിയായി നിലവിലെ കൗൺസിലർ ധന്യ ഷൈനും UDF സ്ഥാനാർത്ഥിയായി സനൽ സത്യനും മത്സരിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നൈജി നേടിയെങ്കിലും ധന്യയെ പരാജയപ്പെടുത്താനായില്ല. അതേസമയം കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകൾ ഇത്തവണ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചില്ല. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ 83 വോട്ടുകൾ കൂടുതൽ നേടി നൈജി 412 വോട്ടുകൾ പിടിച്ചപ്പോൾ ധന്യ ഷൈൻ 59 വോട്ടുകൾ അധികം നേടി 522-ൽ എത്തുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥി സനൽ സത്യന് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച 161-ൽ നിന്ന് 38 വോട്ടുകൾ കുറഞ്ഞ് 123-ലേക്ക് എത്തുകയും ചെയ്തു.